ഉള്ളതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. വിറ്റഴിക്കലായിരുന്നു. അല്ലെങ്കിൽ ലോൺ കൊടുത്താണെന്നുണ്ടെങ്കിലും 9 പേരെ നമ്മൾ കൊടുത്തപ്പോൾ 3 പേരെ ടെക്നിക്കലി ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ടീമിലേക്ക് വന്നുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മുഴുവൻ കണ്ടു കഴിഞ്ഞ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഇൻ ബിറ്റ്വീനുള്ള ചില സാധനങ്ങൾ പറയുമ്പോൾ ഞാൻ മുഴുവൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ആൻഡ് ടോക്കീസ്. നമ്മളിവിടെ സ്പോർട്സും ഇൻ്റർവ്യൂസും അതുപോലത്തെ ടോക്സും കാര്യങ്ങളും ഒക്കെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വെൽക്കം. അപ്പോൾ ഗൈസ്, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞു പോയി. എന്നാലും മൊത്തം ഒന്ന് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 5K ഫാമിലിയിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. സോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈനിങ്ങുകളെ പറ്റി തന്നെ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓൾറെഡി ഞാൻ ഓരോരുത്തരെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കമൽജിത്ത് സിംഗ് ഗോൾ കീപ്പറായിട്ട് എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിലെ ഒരു സിറ്റുവേഷൻ വെച്ച് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ വേണം എന്നുള്ള അഭിപ്രായം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടായിരിക്കണം എന്തായാലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ തന്നെയാണ് കമൽജിത്ത് സിംഗ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 2-3 വർഷത്തെ പുള്ളിയുടെ ISL സീസൺസ് എടുത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ട്രാക്ക് അത്ര അങ്ങോട്ട് നല്ലതല്ല. പക്ഷെ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് പുള്ളിക്ക് പഴയ ഫോം ആ പൂനെയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു കമൽജിത്ത് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഉണ്ടായിരുന്ന ഒരു സൈനിങ് എന്ന് പറയുന്നത് ബികാസ് യുമ്നമാണ് കേട്ടോ. ബികാസ് യുമ്നം വളരെ യങ്ങായിട്ടുള്ള ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് വരേക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിട്ടും ജനുവരിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു താരമാണ്. കമൽജിത്തിനെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 2 താരങ്ങളെ നമുക്ക് യൂസ് ചെയ്യാൻ ടെക്നിക്കലി പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ലഗത്തറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദുഷാൻ ലഗത്തറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ മത്സരത്തിൽ കുറച്ച് കളിപ്പിക്കാൻ പറ്റി. പിന്നെ ഒരു റെഡ് കാർഡ് സസ്പെൻഷൻ പുള്ളിക്കും മറ്റേ പഴയ ലീഗിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അടുത്ത മത്സരം കളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ജനുവരിയിൽ ഇവരെ ആരെയും നമുക്ക് പ്രോപ്പറായിട്ട് കളിപ്പിക്കാൻ പറ്റിയില്ല. അതായത് സൈനിങ് നടത്തിയ ആരെയും പ്രോപ്പറായിട്ട് കളിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ആ പറഞ്ഞ രണ്ടാമത്തെ സൈനിങ് ആയിട്ടുള്ള ബികാസ് യുമ്നത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സൈനിങ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ദുഷൻ ലഗത്തറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എത്രമാത്രം ഇവിടെ പെർഫോം ചെയ്യും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ടീമിന് ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്കുള്ള ഒരു സൈനിങ് തന്നെയായിരുന്നു. പക്ഷെ പുള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു ട്രാക്ക് നോക്കുമ്പോൾ കുറച്ച് അഗ്രഷൻ കൂടുതലാണ്, പെട്ടെന്ന് യെല്ലോ കാർഡ്സും വാങ്ങുന്ന ഒരു ടൈപ്പ് ആണെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനി എങ്ങാനും കേരള ബ്ലാസ്റ്റേഴ്സിന് വിനയാവുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പിന്നെ അങ്ങോട്ട് ലോൺ അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രബീർ ദാസിന് ലോൺ അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഞാനത് എന്തുകൊണ്ട് വൈകുന്നു എന്ന് ഞാൻ നല്ലോണം ചിന്തിച്ചിരുന്ന ഒരു സംഭവമാണ് ജോഷുവ. കാരണം പുള്ളിക്കാരന് ഏകദേശം നമ്മുടെ നെയ്മറിൻ്റെ അതേ അവസ്ഥയായിരുന്നു. ക്ലബിലേക്ക് വന്നതിന് ശേഷം ക്ലബിന് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു താരമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2 പേർക്കും, ക്ലബിന് നമുക്കും കാണാൻ പറ്റിയില്ല, പുള്ളിക്കും നമുക്ക് വേണ്ടി കളിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടത്തോടെ അവർ ആയിട്ടുള്ളതൊക്കെ നമുക്ക് നിർത്തേണ്ട വന്നു. പിന്നെ എനിക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം, ഇന്നും മലയാളികളുടെ സ്വന്തം, മലയാളികളുടെ അഹങ്കാരം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നമ്മുടെ രാഹുലിനെ മിസ് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് അറിയാമായിരുന്നു ഏകദേശം നമുക്കിപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ രാഹുൽ എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോവും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷെ അതൊരു ലോണിലായിരിക്കും എന്നുള്ളതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പെർമനൻ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും പുള്ളി അവിടെ അടിപൊളി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ പുള്ളിയെ പറയുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെയൊക്കെ നമുക്കൊരു അബദ്ധങ്ങൾ പറ്റും. ഞാൻ ബ്രൂസ് മിറാണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അല്ലടാ ബ്രൂസ്ലി എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. പക്ഷേ
പുള്ളിക്കാരൻ ഇൻഡോകാസിയിൽ പോയിട്ട് ചുമ്മാ തീയായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. അവിടെ ഞാൻ കണ്ട ഒരു മത്സരത്തിൽ പുള്ളി അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മുന്നത്തെ ഒരു കളിയിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പുള്ളി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് കം ബ്ലാക്ക് എന്ന് ഡിഫൻസിൽ കളിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടർ കോയഫിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും പറ്റുന്നതിന് മുമ്പ് തന്നെ പുള്ളിയായിട്ട് ക്ലബ്ബുമായിട്ട് വേർപിരിയേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ആൻഡ് പുള്ളിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതിൽ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെയാണ് പ്രീതം കൊട്ടാൽ. അതൊരു നല്ല എന്താ പറയുക ഒഴിവാക്കലായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഭയങ്കര വിശ്വാസത്തോടെ സഹലിനെ കൊടുത്തുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫറാണ്. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഫൻഡർ വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊന്നും അതിൻ്റെ ഒരു 10% പോലും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചെന്നൈയിലേക്ക് പോയത് എന്തുകൊണ്ടും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9-3 എന്നുള്ള രീതിയിലാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ലോണിലും മറ്റ് വിറ്റയച്ചതുമായിട്ടുള്ള പ്ലേയേഴ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 പേര് നമ്മൾ വാങ്ങിച്ച് കൺഫേം ആയിട്ടുള്ള, അതായത് പ്രീ കോൺട്രാക്റ്റുകളുടെ കാര്യമൊന്നും അല്ല പറയുന്നത്, കൺഫേം ആയിട്ടുള്ള ട്രാൻസ്ഫർ 3 അപ്പോൾ ഇതിൽ പക്ഷേ നമുക്ക് ഈ ജനുവരിയിൽ ഇവരെ ആരെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ആരെയൊക്കെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നോ അവരെ ആരെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സീസൺ അവസാനിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ ഇവരെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമാണ്. ബികാസിൻ്റെ കാര്യം അറിയാമല്ലോ, അപ്പോൾ പരിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല. അപ്പം എന്തായാലും അതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം മൊത്തത്തിൽ എന്നോട് ചോദിക്കുകയാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു തിരക്കിട്ട സമയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയേ അറിയാൻ പറ്റുള്ളൂ അവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ ടീമിലേക്ക് കൃത്യമായിട്ട് വരിക എന്നുള്ളത്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് പല പൊസിഷൻസിലും പ്രോപ്പറായിട്ടുള്ള ഇന്ത്യൻ സൈനിങ്ങുകൾ വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പണിയെടുത്തു എന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന് റിസൾട്ട്സ് ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ പണിയെടുത്തു, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് ഇനിയേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അടുത്ത സീസണിലേക്ക് നമുക്ക് ഇനിയും ഇന്ത്യൻ പ്ലേയേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനും കാത്തിരിക്കണം. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു സോംകുമാർ. എന്നെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സോംകുമാർ സച്ചിനേക്കാളും ചിലപ്പോൾ അടിപൊളിയായിട്ട് മാറാൻ ടാലൻറ്റഡ് ഉണ്ടായിരുന്ന ഒരു താരമാണ്. സച്ചിനേക്കാളെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിനും നമ്മുടെ മുത്താണ്, സോംകുമാറും നമ്മുടെ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഹൈലൈൻ ഡിഫൻസ് ഉണ്ടായിരുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ യൂസ് ചെയ്തത് ഈ സീസണിൽ തന്നെ. അത് കഴിഞ്ഞ് വന്നപ്പോൾ മുഴുവൻ സച്ചിനെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ സോംകുമാറിന് ആ സമയത്ത് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്വാഭാവികമായിട്ട് ആര് നിന്നാലും നമ്മുടെ ഹൈലൈറ്റ് ഡിഫൻസ് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, കുറച്ച് മുന്നിലേക്ക് കയറി കളിക്കുന്ന സമയത്ത് ഗോൾ കൺസീഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അത് വെച്ച് മാത്രം സോംകുമാറിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ലായിരുന്നു. നമുക്കറിയാം പിന്നെ യങ്ങാണ്, ക്ലബിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ചൊക്കെ പണിയെടുത്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് എത്രമാത്രമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് ഇതൊക്കെ സഹായിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. പക്ഷേ നല്ല ട്രാൻസ്ഫറുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എന്താണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യങ്ങളും കൂടെ താഴെ കമൻ്റായിട്ടൊന്ന് ഇടാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുക കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.